ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബട്ടൺ ഹോൾ തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഓരോരുത്തരുടെയും മെഷീൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചുള്ള യൂസർ മാനുവൽ എടുത്തിട്ട് അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ സെറ്റിങ് ചെയ്യാനായിട്ട്. നമ്മൾ ബട്ടൺ വച്ചിട്ട് ഇതുപോലെ സൈസ് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബട്ടൺ ഹോളിന് വേണ്ടിയുള്ള പ്രഷർ ഫുട്ട് എടുത്തിട്ട് ബട്ടൺ ഇതുപോലെ വയ്ക്കുന്നു. ഏത് ബട്ടണാണോ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതുപോലെ വയ്ക്കുന്നു. അപ്പോൾ ആ സൈസിലുള്ള ബട്ടൺ ഹോളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് അറ്റാച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും അടിവശത്തെ പോയിൻറ്റ് നീഡിൽ വരത്തക്ക വിധം വെച്ചിട്ട് ആ ഒരു ലിവർ വലിച്ച് താഴേക്ക് വയ്ക്കുന്നു. എന്നാലേ അത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇത് ഓട്ടോമാറ്റിക്കലി തയ്ച്ചോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് തയ്ച്ച് തീരുമ്പോഴാണ് തനിയെ നീങ്ങുന്നത്. അങ്ങനെയാണ് എൻ്റെ മെഷീനിൽ സെറ്റിങ്. അതിനുശേഷം തയ്ച്ച് തീരുമ്പോൾ ഇതുപോലെ ഒരു പിന്നിങ്ങനെ കുത്തിയിട്ട് രണ്ടറ്റത്തും കുത്തിയിട്ട് ആ സീം റിപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതുപോലെ ഹോള് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന അറ്റം വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് സൈഡിലും പിൻ ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബട്ടൺ ഹോൾ കിട്ടിയിട്ടുണ്ട്. Thank you so much for watching. Happy sewing.